ദൈവമേ, കൊച്ചു നേരെ എണീച്ചില്ലേ? ഈ രാവിലെ തന്നെ ആരെക്കൊണ്ട് ഈ കുറ്റം പറയണേ? വേറെ ആര്? ഇവിടെയുള്ള രണ്ടാമത്തെ സന്താനത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞതാ. ആ, അതിനെയാണേ നോക്കണ്ട. ഇന്നലെ രാത്രി അതിന്റെ റൂമിൽ ലൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ, സ്വാഭാവികം. അല്ല, നിനക്കൊന്ന് എക്സാം ഇല്ലേ? എനിക്ക് വന്ന ഉച്ചയ്ക്ക് ശേഷം. എന്റെ ദൈവമേ, രാവിലെ തന്നെ നേരം വിളിക്കാണല്ലോ. മമ്മി, പവതി എണീറ്റോ? ഇന്നലെ രാത്രി എത്ര മണിക്കായിരുന്നു കിടന്ന്? ഒരു മണിയൊക്കെ ആയിക്കുണ്ടാവും. 1 മണിയോ? കൊച്ചെ, നിനക്ക് ഉറക്കമൊന്നുമില്ല? രാത്രി ഇങ്ങനെ ഉറക്കം വെച്ച് നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അല്ല, നിങ്ങളടുത്ത് പറച്ചിലായിട്ട് തോന്നില്ല ഇതിൻ്റെ രാത്രി വല്ല സിനിമയോ ഡ്രാമയോ കണ്ടു കൂത്തിട്ട് ഞാൻ പഠിക്കല്ലേ ചെയ്തേ? എന്തായാലും നിന്റെ ഈ ശീലം അത്ര നല്ലല്ല കേട്ടോ. ഓ, താങ്ക്സ് മമ്മി. ഓ, ആയിക്കോട്ടെ. അമ്മ, ഞാൻ പോയി കേട്ടോ. നിന്നോട് എന്നെ ആരാ പറയുന്ന എക്സാം രാവിലെയാന്ന്? അത് ശരി, എന്നെ കൂടെ ഒന്ന് പോയപ്പിക്കരുത് തണ്ടി. തെണ്ടി നിന്റെ മറ്റവൻ. ഓഹോ, എന്നെ മറ്റാനെ വിളിക്കാൻ മാത്രമായോ നീ? ആയി. അല്ല, എന്താണ് ഇവിടെ പ്രശ്നം? ഇതാരിത്? എന്താണ് ഇവിടെ പ്രശ്നം? നിങ്ങൾ ഈ അലച്ചിൽ എനിക്ക് അവിടെ അങ്ങ് വരെ കേൾക്കാല. അല്ല, ഇത് പത്രമൊക്കെ ഉണ്ടോ? അല്ല, അത്രക്കൊന്നുമില്ല. അത് ഞാനൊരു ഗുമ്മിന് വേണ്ടി പറഞ്ഞ. നീ പറ, എന്താ പ്രശ്നം? ഇത് കേൾക്കണം. ഈ ഹിമാറ് കാരണം ഞാനാണ് പെട്ടെ. ഞാനെൻ്റെ അമ്മൂമ്മൻ്റെ വീട്ടിലായതുകൊണ്ട് ടൈം ടേബിൾ ഇല്ലായിട്ട് ഹിമാറിനെ രാവിലെ ഒന്ന് വിളിച്ചു നോക്കിയാണ് ഇന്ന് എക്സാം എപ്പോഴാന്ന് അറിയേണ്ടിയിട്ട്. അപ്പൊ ഇവള് പറയാണ് ഇന്ന് എക്സാം രാവിലെയാണ്. ഞാനാണെ കേട്ട പതി കേൾക്കാത്ത പതി ബാഗ് എടുത്ത് ഇങ്ങോട്ടേക്ക് പോന്നു. ഇങ്ങോട്ടേക്ക് വന്നപ്പോ നീ ഒരു കാര്യം അറിയണം മോളെ. എന്തേ? ഇവിടെ എനിക്കറിയാവുന്നൊരു മനുഷ്യ കുഞ്ഞിനെ പോലും ഞാൻ കാണുന്നില്ല. അയ്യോ, എന്നിട്ട് എന്ത് ഞാൻ 2 മണിക്കൂറൂടെ പോസ്റ്റ് അടിച്ച്? അത് നീ കാണിച്ച തെണ്ടുതരായിപ്പോയി. നീ അങ്ങനെ പറയല്ലേ. വെളുപ്പങ്കാലത്ത് 6 മണിക്ക് 5 മണിക്കാണ് ഈ പെണ്ണ് വിളിച്ച് ചോദിച്ചത്. പിന്നെ ഞാൻ ഉറക്കപ്പിച്ചിൽ എന്ത് പറയാനാണ്? അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ടൈം ടേബിളിന് പകരം ഇന്നലത്തെ ടൈം ടേബിൾ മാറി പറഞ്ഞേ. ഇത്രേ ഞാൻ ചെയ്തുള്ളൂ. അല്ലാണ്ട് അവൾ എക്സാമിന് എഴുതാണ്ടിരിക്കാൻ പറ്റിട്ടില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ നേരത്തെ ആയാലും എക്സാം എഴുതാൻ പറ്റൂലേ? നിനക്കെന്നെ അങ്ങനെ പറയാം. സോറി ഡിയർ. നടക്ക് ബെല്ലടിച്ച് ബാക്കിയൊക്കെ എക്സാം കഴിഞ്ഞിട്ട് സംസാരിക്കാം. എക്സാം വളരെ നല്ലതായിരുന്നു അല്ലേ? പിന്നെ വളരെ നല്ല മികച്ചൊരു എക്സാം ആയിരുന്നു. അതെ, വരില്ലെന്ന് പറഞ്ഞ് വിട്ട ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിക്കണു. എന്നിട്ട് നല്ലോണം കുത്തിരി എഴുതുന്ന കണ്ടിരിക്കണല്ലോ. അത് പിന്നെ ഒന്നും എഴുതാണ്ടെന്ന ടീച്ചർക്ക് എന്തെങ്കിലും തോന്നിയല്ലോ, അതുകൊണ്ട് എഴുതിയതാ. നിന്നെ നമ്മൾ നമ്പൂല മോളെ. അതെ. അല്ല, നിനക്കെങ്ങനെയായിരുന്നു? എല്ലാം അള്ളാഹുൻ്റെ കയ്യിൽ വിട്ടുകൊടുത്തിരിക്കുന്നു. ഇനി എല്ലാം അങ്ങേര് നോക്കിക്കോളൂ. ശുഭം. നമ്മളും അങ്ങനൊക്കെ തന്നെ. അതെ, ഞാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാ. ശരി എന്നാ. അവിടെ ഒരു കാത്തിരിപ്പ്. നമുക്കിത് എവിടെ? ദൈവമേ, ഇളകിയ നിന്റെ മറ്റവന് വേസ്നിന്റെ ഇവിടെ മനുഷ്യനെ വയറ് തള്ളക്ക് വിളിക്കണ്. അതിന് നീ എന്തിനാണ് വെച്ച എന്നോട് ചൂടാവണേ? അവൾ വരാത്ത എൻ്റെ ഉഴപ്പാണോ? അല്ല, പിന്നെ മനുഷ്യനൊരു പാട്ട് പാടാനും സമ്മതിക്കത്തില്ല. ഹേ ഗെയ്സ്, കുറെ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചോ? അയ്യോ, ഇതിപ്പോ എന്നെ തിന്നോ? നോക്കണ്ട മോളെ, വിശന്നാലോളെല്ലാം ഉണ്ടാവും. അതുകൊണ്ടാണ്. എവിടെയായിരുന്നു റെഡി ഇത്ര നേരം? അയ്യോ, എൻ്റെ മുഖത്ത് ചാടാൻ വരണ്ട. അത് പിന്നെ ഇറങ്ങാൻ നേരത്തെ ക്ലാസ് ടീച്ചർക്ക് നമ്മളോടൊന്ന് പറയാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കേട്ടോ അവിടെ കുത്തിരുന്നതാ. അത് കയ്യാണ്ട് വിടണ്ടേ? എന്നാലും എനിക്ക് വരാൻ പറ്റൂ. ഇനിയിപ്പോൾ ഇവിടെ തന്നെ നിൽക്കാം. നമ്മൾ സ്ഥിരം പോകുന്ന ബസ്സൊക്കെ പോയി. മറ്റേ ബസ്സിന് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. ടീച്ചറെ പിടിച്ചാണ്ട് ഞാനൊന്നും പറയാണ്ടെന്ന്. അല്ലേ നിനക്ക് കാണായിരുന്നു. എല്ലാ ഇയാളങ്ങ് മുഖം കയറ്റുമോ? ഇത് ഒന്നുമില്ലേ? ആരല്ലേ അത്? കൂടെ അശ്വിൻ ചേട്ടന് പിന്നെ വേറെ ചങ്ങായി ഉണ്ടല്ലോ.
ഞാനേ ഈ പഠിപ്പൊക്കെ നിർത്തിയിട്ട് വല്ല ബിസിനസ്സും തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. മോനെ ആദ്യം നീ +2 പാസ്സാവ്, എന്നിട്ട് മതി നമുക്ക് ബിസിനസിന്റെ കാര്യമൊക്കെ ആലോചിക്കല്. ഓക്കെ? അവൻ ബിസിനസ് ഉണ്ടാക്കാൻ നടക്കണ +2 പാസ്സാവാണ്ട്. ആരാത്? ആരവൻ്റെ സീനിയറാ. പിന്നെ അശ്വിൻ്റെ വീട്ടിൻ്റെ അടുത്താ. ഇവർ രണ്ടുപേരും എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാ. എന്തായാലും തേങ്ങയാവട്ടെ. ബസ് വന്നു, കയറി കയറി. ഇവിടെ ആരും ഇല്ലേ? എന്തേലും ആട്ടെ. അവിടെ നിൽക്കുക. നിന്റെ തന്തയാ പറയണേ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ നിന്നോളണം. അല്ലേ അച്ഛനെന്നുള്ളൊരു ബഹുമാനം പോലും തരുന്നില്ല. എന്താ മോളെ എവിടെയായിരുന്നു ഇത്ര നേരം? അയ്യോ, എന്നെ സംശയിക്കാൻ മാത്രമായോ തന്തേ നിങ്ങള്? അയ്യോ സംശയമൊന്നല്ല, എന്നാലും ചെറിയൊരു സംശയം. എന്താന്ന്? ഇതിലൊരു ലോജിക്കില്ലല്ലോ. എല്ലാം മനസ്സിലാ, എനിക്കിത് മാത്രം മതി. താങ്കൾ ഇത്ര നേരവും എവിടെയായിരുന്നു? ഉത്തരം കിട്ടണം എനിക്ക് വേഗം പറഞ്ഞോ. ഹൈ, ഇതിനെന്താണ്? ഞാൻ ഇത്ര നേരം ഊക്കാണ്ടേല്. അയ്യോ, ഇങ്ങനെ ഒരു തന്ത എനിക്കെന്നത് ജനിച്ചല്ലോ. ഞാൻ അമ്മുൻ്റെ കൂടെയായിരുന്നു, അവളെ കാത്തുന്നതാ. ഓ അതായിരുന്നോ? ഇപ്പൊന്നുമില്ല, എന്നാ പൊക്കോ. ഇതാരിത് എത്തിയാ? അങ്ങനെ മാറി എന്നാടി മുതുക്ക. അതിനോട് സംസാരിക്കാമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇവിടുന്ന് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഇത് എന്തിൻ്റെ കുഞ്ഞാണോ എന്തോ. എന്നാലത് ആരായിരിക്കപ്പാ? കാണാനൊക്കെ എന്നാ രസമാണേ. എവിടെയോ കണ്ടുവരിച്ചെൻ്റെ മൂന്നിനത്തിന്. ഇനി ഇവിടുത്തെ മോഹന്തിൻ്റെ ഫ്രണ്ട് അങ്ങനാവോ പഠിച്ചനെ? ഞാൻ എന്തിനാ ഇപ്പം ഇതൊക്കെ ചിന്തിക്കണേ? ദൈവമേ, എനിക്കെന്ത് പറ്റി? ഓ തേങ്ങ, കിടന്നുറങ്ങ്. രാവിലെ തന്നെ എണീറ്റ് വന്നോളും സൂര്യൻ എൻ്റെ ഉറക്കം കളയാനായിട്ട്. ടൈം എത്രയായോ എന്തോ. അയ്യോ, 11:30 ഉള്ളൂ. കുറച്ച് സമയം കൂടെ ഉറങ്ങായിരുന്നു. അല്ല വേണ്ട, മാതാജി പണി തരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ താഴെ എന്തോ ഒരു ബളഹം. ആരും വന്നിട്ടുണ്ടോ പഠിച്ചനെ? നല്ല കണ്ടുപരിചയമുള്ള മുഖങ്ങളാണല്ലോ. അല്ല, ഇന്നലെ കണ്ട ചേട്ടനല്ലേ അത്? ചങ്ങായി എന്താ ഇവിടെ? ഇനി ഞാൻ ഊഹിച്ച പോലെ തന്നെ ആ മോഹന്തിൻ്റെ ഫ്രണ്ടാണോ അത്? അക്കോ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതാ വരുവാ. എന്താ മമ്മി വിളിച്ച? ഇതിനെന്താ? പറതള്ളേ, നിങ്ങളെന്തിനാ ഇപ്പോൾ വിളിച്ചേ? ഉരുളല്ലേ ഞാൻ കണ്ടീനു. അതുപോലെ തന്നെ എണീച്ച് പോയിട്ട് അവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കുന്നത്. ആരാ ഇത്ര നേരം ഒളിഞ്ഞു നോക്കിയേ? പോതള്ളേ, ഞാൻ ഒളിഞ്ഞു നോക്കുന്നില്ല. ഞാനാരാ വന്നിക്കണേ നോക്കിയതാ. രാവിലെ തന്നെ കുറച്ച് ബളഹം കേട്ടവരെ അവിടേക്ക് പോയി നോക്കാനുള്ളൊരു സുസ്കാന്തി, അത്ര തന്നെ. ഓഹോ, ഭയങ്കര സുസ്കാന്തി തന്നെ. അടിമുടി ഇരുന്ന് നോക്കണുണ്ടല്ലോ. അതിന് മാത്രം ഇപ്പോൾ ആരപ്പടുള്ളു. ഹൈഷ്, എന്തൊക്കെ അറിയണീ തള്ളക്ക്? നിങ്ങളിപ്പോൾ ഇത് ചോദിക്കാനാണോ എന്നെ വിളിച്ചത്? രാവിലെ തന്നെ എണീച്ച് അങ്ങോട്ട് പോകുന്ന കണ്ടിക്ക്. പല്ലതേപ്പൊക്കെ ഇനി വൈകുന്നേരമാണോ ഉച്ചക്കാണോ? സൂര്യൻ ഉച്ചയിലടിച്ചാലും എണീക്കല്ലേ കേട്ടാ. ഓ പിന്നെ, വെക്കേഷനായിട്ട് സൂര്യൻ എണീച്ചിരുന്നതിനെക്കാട്ടും വീട്ടിണീച്ചേരെ എനിക്കെന്താ തലക്ക് ഓളുണ്ടോ? ആടി, ഇത് തന്നെ പറഞ്ഞു മേടിക്കേ. ഒരിക്കലും നേരത്തും കാലത്ത് എണീച്ച് വരല്ലേ കേട്ടാ. നിങ്ങൾ ദേഷ്യപ്പെടല്ലടോ. ഓ, എന്നെ നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ പല്ലേച്ചോളാം. ഹായ് മമ്മി. അടുത്തത് എന്തെങ്കിലും സഹായം അങ്ങനെ എന്തെങ്കിലും?
ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്നും വേണ്ട, നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോ. അതില്ലേ, അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണമായിരുന്നു. അവിടെ ഒരു 20 രൂപ ഇരിപ്പുണ്ട്, അതെടുത്തിട്ട് പോ. 20 കുണുവയോ? എനിക്കൊന്നും വേണ്ട, നിങ്ങൾ 20 കുണുവ. പിന്നെ നിനക്ക് എത്ര വേണം? ഒരു 2000 രൂപ, ഇത്ര മതി. 2000 രൂപ? പിന്നെ നീ പൈസ എന്ന് പറയുമ്പോൾ എടുത്തോണ്ട് വെച്ചൊക്കെ ഞാനിവിടെ കൂട്ടി വെച്ചേക്കുമല്ലേ. അയ്യ, നിങ്ങളിങ്ങനെ ബേജാറാവില്ലേ? നമ്മുടെ അക്കുവിന്റെ കഴുത്തിലുള്ള സാധനങ്ങൾ വിറ്റാ പോരെ? ഓടടാ, ഇപ്പൊ ഓടിക്കല്ല, ഞാൻ ഓടിച്ചിട്ടടിക്കും. വേണ്ട, ഞാൻ ഓടിക്കോളാം. തള്ള സമ്മതിക്കൂല. ഇങ്ങോട്ട് നോക്കൂ. അങ്ങനെ നമ്മുടെ കഥാനായികയായ അങ്കിത വിശ്വനാഥ് ആ ചേട്ടനെ പറ്റി ചിന്തിച്ച് ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജൂൺ ഇങ്ങ് എത്തിയിട്ട് തന്നെയില്ല, അതിനു മുമ്പ് തുടങ്ങി മഴ. അമ്മ, ഞാൻ അമ്മൂൻ്റെ വീട്ടിൽ പോയിന് കേട്ടോ. ഈ മഴയത്തോ? അതിനെന്നാ, കൊടയുണ്ട്, ഞാൻ വേഗം വരാം. വേഗം ഇങ്ങ് എത്തിയേക്കണം കേട്ടോ, ലേറ്റ് ആവരുതേ. ഇല്ല ഇല്ല, ലേറ്റ് ആവൂല. അമ്മോ അമ്മോ. ആ, ഇതാരിത്, വന്നോ? അല്ല, നീ കൊട എടുത്തിട്ട് ഇത്രയും നനഞ്ഞോ? അത് പിന്നെ ഈ മഴ കണ്ടപ്പോൾ നനയാനുള്ളൊരു ശുഷ്കാന്തി, അതുകൊണ്ട് കൊട താഴ്ത്തി വെച്ചു. ചെയ്താകുമ്പോൾ എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേ? അവസാനം പനി പിടിക്കുമ്പോൾ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഓ, കുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? അല്ലാതെ പിന്നെ എന്നെപ്പോലെ പഞ്ചായത്ത് ഇല്ലാതെ വരണോ? വേണ്ട കേട്ടോ, മഴയായിട്ട് പുറത്തിറങ്ങാൻ തോന്നണ്ടേ. ആ, ഇതാരിത്, അക്കുമോളോ? ആ, എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നോ? ഇപ്പോൾ വന്നതേ ഉള്ളോ? നീ അകപ്പെടെ നന്നിട്ടുണ്ടല്ലോ. ഒരു കാര്യം പോയി തോർത്ത്. അത് കുഴപ്പമില്ല ആൻറ്റി, താൻ ഉണങ്ങിക്കോളൂ. ഓ, എന്തായാലും 3 പേര് ഇവിടെ ഉണ്ടല്ലേ. നിങ്ങൾ ഇതൊന്നും അപ്പുറത്തെ ശ്രീജാൻറ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുത്തിട്ട് വരുമോ? ഓ, കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം, പക്ഷെ ഞങ്ങൾ കുറച്ച് വൈകിട്ടാട്ടോ വരുള്ളൂ. അതെ, ഒന്നാമതേ മഴയാ, ഇനി നിങ്ങൾ എവിടെ പോവാ? നിങ്ങൾക്കൊരു കാര്യം അറിയാം, മഴയത്താണ് പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ സമയം. അപ്പം നമ്മൾ പ്രകൃതി അങ്ങൊക്കെ ആസ്വദിച്ചിട്ട് വേഗം വരാം. അവിടെ തോട്ടിലൊന്നും പോവാതെ നോക്കണം കേട്ടോ. വേഗം വരണേ. ആ, വേഗം വരാം. ഇതാര്, ടേച്ചേട്ടനോ? ഓ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ടേച്ചേട്ടനെ വിളിക്കല്ലെന്ന്. അത് ശരി, നിങ്ങളെല്ലാവരും ടേക്കുട്ടൻ എന്നല്ലേ വിളിക്കല്ലേ? അതിനോട് കുറച്ച് ബഹുമാനം ചേർത്ത് ടേച്ചേട്ടൻ എന്നാക്കിയതും തെറ്റായിപ്പോയോ? ഓ, നീ എന്ത് തേങ്ങ വേണേലും വിളിക്ക്, തെറി ഒഴിച്ച്. അല്ല, എന്തിനാ ഇപ്പൊ വന്ന? ഓ, അത് പിന്നെ ഇതിവിടെ തരാൻ പറഞ്ഞു അമ്മ. ഇതെന്നാ ഇത്? ഓ, എനിക്കറിയാൻ പാടില്ല, ഇങ്ങോട്ടേക്ക് തരാൻ പറഞ്ഞതാ. എന്തായാലും തുറന്നു നോക്കുമ്പോൾ കാണൂല എന്താന്ന്. ഓ, നീയല്ലേ ആള്, അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല. ഓ, ആയിക്കോട്ടെ. അല്ല, നിങ്ങളുടെ ഏച്ചി എവിടെ? അവള് ക്ലാസ്സിന് പോയേക്കുവാ. എന്തേ? ഒന്നുമില്ല, ഞങ്ങളുടെ 3 അന്വേഷണം പറഞ്ഞേക്ക്. ആ, നോക്ക, എന്നാ വിട്ടോ. ശരി എന്നാ. അമ്മോ, എന്തേ? അതേതാ ചേട്ടൻ? നമ്മളന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടില്ലേ ഒരു ചേട്ടൻ? ആ ചേട്ടൻ തന്നെ അതെ. അല്ല, നിനക്ക് ശ്രീജാൻറ്റീനെ അറിയില്ലേ? അറിയാം, പക്ഷെ ശ്രീജാൻറ്റിക്ക് ഇങ്ങനെ ഒരു മോനുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. ശ്രീജാൻറ്റിൻ്റെ മോനാ, എന്തോ കോഴ്സ് ചെയ്യാ, 2nd ഇയർ. കോഴ്സോ? ആ, കോഴ്സ് എന്തേ? ഒന്നുമില്ല, നല്ല പ്രായമുണ്ടല്ലേ. ആ, കിളവനാ, 60 വയസ്സ്. ഉയ് തന്നെ. പിന്നില്ലാണ്ട് +2 കഴിഞ്ഞ് എന്തെങ്കിലും കോഴ്സ് ചെയ്യാണ് ചേട്ടന്, പിന്നെ നല്ല പ്രായം ഉണ്ടാവുമല്ലോ. അയ്യോ, ഞാൻ അങ്ങനെ ഒരു ഈല് പറഞ്ഞു പോയതാ. ഈലോ? ഇതൊക്കെ ഏതാ ഭാഷ? ആ, ഈലെന്നെ. ഇപ്പൊ കുറിപ്പ് അവിടെ നിന്ന് എന്തൊക്കെ അറിയണോക്ക്. എന്നാലും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, ഇതിനെക്കൊണ്ട് ആ തേങ്ങ എടുത്തേ. എന്തിന്? ഈ സാധനത്തിനെ എറിഞ്ഞ് കൊല്ലാൻ. അങ്ങനെയെങ്കിലും വായു കൂട്ടുമല്ലോ. ഓഹോ, തേങ്ങ കൊണ്ടെറിഞ്ഞ് കൊല്ലാൻ നോക്കണല്ലേ എന്നെ? നീ ധൈര്യം കൊണ്ട് എറിഞ്ഞ് നോക്കടി. ഞാൻ വിശ്വനാഥിന്റെ മോളാ, വിശ്വനാഥിന്റെ. അയിന് എന്റെ പപ്പ ഇത് അറിഞ്ഞാലുണ്ടല്ലോ. ഓ, ഇതിനെ കൊണ്ട് ഓടടി. ഇപ്പൊ ഓടിട്ടില്ല, ഞാൻ വിശ്വനാഥിന്റെ മോളാന്ന് നോക്കത്തില്ല, എറിഞ്ഞു കൊല്ലും.
ആ ഓടണ നോക്കിക്കേ, ഇതിനി എവിടെ ചെന്ന് എത്തോ എന്തോ. ആ ഭൂമി ഇരണ്ടതല്ലേ, എവിടെയെങ്കിലും ചെന്ന് എത്തിക്കോളും. കാറ്റുമൊളിയോ പ്രണയം കേട്ടുണർന്നുവോ ഹൃദയം നീതലോടിയോ ആരോ മഞ്ഞിൻ വെൺതൂവലാൽ കാറ്റുമൊളിയോ പ്രണയം കേട്ടുണർന്നുവോ ഹൃദയം നീതലോടിയോ ആരോ മഞ്ഞിൻ വെൺതൂവലാൽ അല്ല ഉത്സവമൊക്കെ അല്ലേ, എന്താണ് പ്ലാന്? ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്കങ്ങനെ വലിയ വലിയ പ്ലാനൊന്നുമില്ല. അവിടെയുള്ള ചെറിയ ചെറിയ കടകളിൽ കയറണം, പിന്നെ കുറച്ച് കളിപ്പാട്ടം, കുറച്ച് മാല, കുറച്ച് കമ്മൽ, കുറച്ച് വള, പിന്നെ കുറേ ഫുഡ്, പിന്നെ കുറേ വയലട്ടം. ഇത്രയൊക്കെ ഉള്ളു എൻ്റെ പ്ലാൻ. ഇത്രയൊക്കെ ഉള്ളൂ? അതെ അതെ, കുറഞ്ഞോയോ? വളരെ. അല്ല, ഇവളെന്താണ് ഇത്രമാത്രം ചിന്തിച്ചിരിക്കണത്? ഞാനും കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുക, ഇവളിപ്പോൾ എന്തൊക്കെയോ ചിന്തകളിലാണ് പലപ്പോഴും. അല്ല, എന്താണ് ഇതിനും മാത്രം ചിന്തിക്കാനുള്ളത്? അതില്ലേ, ബാക്കി പറ. അത് നമ്മുടെ ശ്രീജാൻറ്റി. ശ്രീജാൻറ്റിയോ? കളഞ്ഞു 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 അത്തുള്ള ഒന്ന് പൂട്ടു, ഞാൻ ഇതൊന്ന് പറഞ്ഞു നിർത്തോട്ടെ. ഓക്കെ, ബാക്കി പറ. ശ്രീജാൻറ്റി ഇല്ലേ, ശ്രീജാൻറ്റീൻ്റെ മോനില്ലേ അശ്വിൻ ചേട്ടൻ. ചേട്ടനോ? ഓടി, എനിക്കറിയാൻ പാടില്ല. അന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെച്ച് കണ്ടപ്പോഴേ അങ്ങനെ പിന്നെ എൻ്റെ മനസ്സിന്ന് പോയിട്ടില്ലേ, എനിക്കൊരു ആശ്വാസം പോലും തന്നിട്ടില്ല. ഏത് സമയം വന്നോളൂ എൻ്റെ മനസ്സിലേക്ക്. എന്താണ് മോളെ, പ്രണയാണോ? എന്നാ തോന്നണേ. പ്രണയോ? നിനക്ക് എന്താ മോളെ, പ്രാന്താണോ? നിന്നെക്കാളും എത്ര വയസ്സിന് മൂത്തതാണെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നീ? അതൊക്കെ ഞാൻ നോക്കിയേന്, 5 വയസ്സല്ലേ ഉള്ളോ? അതെ, നിന്നേക്കാളും 1-2 വയസ്സ് മൂത്തതായോണ്ട് പറയാ. ഈ 5 വയസ്സ് ഡിഫറൻസ് ഒക്കെ നിനക്ക് ഭയങ്കര സിമ്പിളായിരിക്കും, പക്ഷെ അത് അങ്ങേർക്ക് അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. അതിന് ഈ പ്രേമത്തിനൊക്കെ ഏജൊരു മാറ്ററാണോ? അത് തന്നെ അങ്ങോട്ട് ചോദിക്കും. അതൊക്കെ സിനിമയിൽ, ശരിക്കുള്ള ലൈഫിൽ ഇതൊക്കെ നടക്കുന്ന ഒരു ചാൻസും ഇല്ല മോളെ. ഹൈഷ്, ഈ നെഗറ്റീവ് വോളിനെ കൊണ്ട്. അതിനവളെ ഇഷ്ടമാണെന്ന് നമ്മളോടല്ലേ പറഞ്ഞിട്ടുള്ളൂ, ആ ചേട്ടനോട് പോയി പറഞ്ഞിട്ടില്ലല്ലോ. ചേട്ടനോട് പറയുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റും അങ്ങേക്കാൾ ഇഷ്ടമാണോ അല്ലയോ എന്ന്. അത് തന്നെ, അല്ലാതെ ഇപ്പം തന്നെ എന്നെ അങ്ങ് തളർത്തിക്കളയാണോ? അയ്യോ, ഞാൻ തളർത്തിക്കളഞ്ഞൊന്നും അല്ല. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പം എനിക്കങ്ങനെ അറിയുന്നതും ആയതുകൊണ്ട് പറഞ്ഞതാ. നീ അങ്ങനെയായിട്ട് നല്ല കമ്പനിയാണോ? പുള്ളി എൻ്റെ കസിനും കൂടിയാ, പോരായിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് ചെറുപ്പം തൊട്ടേ അങ്ങനെ അറിയാം. ഓ, അതെന്തായാലും നന്നായി. എന്തായാലും ഉത്സവമല്ലായിരുന്നു, അപ്പം ഞാൻ ചിന്തിച്ച് ഉത്സവത്തിന് പറഞ്ഞാലോന്ന്. ശരിക്കും നീ അങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പോവാണോ? അതെ അതെ, ഒരു കൈ നോക്കി വെക്കാം. അങ്ങനെയാണ്, ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ട്. നീ പോയി പ്രപ്പോസ് ചെയ്തോ. ഞാനായിട്ട് എന്തിനാ കുറയ്ക്കണേ, പോയി പറഞ്ഞു നോക്ക്. അതാണ്. അപ്പം നമുക്ക് ഉത്സവത്തിൻ്റെ അന്ന് കാണാം. എന്ന രസമാക്കാണോ, പൊളിയായിട്ടുണ്ട്. അതെ അതെ, നല്ല രസമുണ്ട് കാണാൻ. താങ്ക് യു. ബൈ നിങ്ങളും വളരെ പ്രെട്ടി ആയിട്ടുണ്ട്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇന്നെന്തിനാ ഇത്രയും ഒരുങ്ങി വന്നേന്നൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ 2 പേരുടെ അനുഗ്രഹം എനിക്ക് വേണം. ദൈവമേ, അങ്ങേറെ യെസ് പറഞ്ഞാൽ മതിയായിരുന്നു. ഞങ്ങൾ 2 പേരുടെ അനുഗ്രഹം ഉണ്ടാവും. അതെ അതെ, മതി അനുഗ്രഹമൊക്കെ. വന്ന് അവിടെ ഐസ്ക്രീം ഉണ്ട്, ഞാൻ കുറേ നേരം അതിനെ നോക്കിയിരിക്കുന്നത്. വേണ്ടവർക്ക് എൻ്റെ കൂടെ വരാം. ഇപ്പൊ 2 എണ്ണം കഴിച്ചിട്ടല്ലേ ഉള്ളൂ. അതാ പോയി. വാ, 2 ഐസ്ക്രീമെങ്കിലും കഴിച്ചിട്ട് വരാം. ഹൈഷ്, താരാണിത്. അതെ മിസ്റ്റർ, നേരെ നോക്കി നടക്കണം, അല്ലാതെ മാനത്ത് നോക്കി നടക്കാൻ പാടില്ല.
അല്ലേ ഇതിപ്പം ഞാനിത് നിന്നോട് അങ്ങോട്ട് പറയേണ്ടതല്ലേ? ആഹാ കള്ളത്രം പറയുന്നോ? കള്ള കണ്ണൂത്തി പൊട്ടിക്കും ഞാൻ. ആഹാ ഇതിപ്പോ ഇവളെന്നെ അടിച്ചിട്ട് ഇവളെന്നെ അങ്ങോട്ട് അടി ഉണ്ടാക്കുക. ഹേമയല്ലോ, ഇപ്പൊ ഒരു അടി കാണാം. ആടി ഞാൻ കണ്ണും തുറന്ന് നിന്നേരം നിനക്ക് കുത്തി പൊട്ടിക്കാൻ. നീ ഏതൊരു ചെറുക്ക ഇങ്ങോട്ട് വന്ന് ഇടിച്ചാൻ പറഞ്ഞിട്ട് ഡയലോഗ് എടുക്കുന്നോ? ജാക്സ എന്നെ വിട്ടെ, എൻ്റെ സമനില തെറ്റുന്നുണ്ട്. അല്ലേ ഇതിനെ പിടിച്ച് എൻ്റെ മുമ്പൊന്ന് മാറ്റിയേ. അതിന് ഞാനെപ്പോഴാ നിന്നെ പിടിച്ചു വെച്ചേ? ഈ മോയന്തിനെ കൊണ്ട് ആവശ്യമുള്ള നേരത്ത് പിടിച്ചു വെക്കാനും വരില്ല. താനെന്തോ അവിടെ നിന്ന് കഥകളി കളിക്കുന്നത്? പറഞ്ഞതിന് ഉത്തരം താടോ. ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട് അവളുടെ ഒരു പ്രഹസനം. പ്രഹസനം തന്റെ അമ്മായിയപ്പന്. ഇല്ലാത്ത അമ്മായിയപ്പനെ വിളിച്ചാലുണ്ടല്ലോ. താൻ ഇനി ഒന്നും പറയണ്ട, സോറി പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. സോറി, അതും ഞാൻ. എൻ്റെ ഡോഗ് വന്ന് പറയും. എന്നാ വിളിക്കടോ തന്റെ ഡോഗിനെ. മോനെ ജാക്സ, എന്തേടാ ഒരു സോറി അങ്ങോട്ട് പറഞ്ഞെടുത്തേ. ഈ സുഖമില്ലത്തോൾക്ക് നമുക്ക് വേഗം ഇവിടുന്ന് പോകണ്ടേ? ഹാ, അതിൻ്റെ അടുക്കാൻ എനിക്കിട്ടുണ്ടാക്കാൻ നോക്കുന്നു. വേണ്ടട്ടത് വേണ്ട. സുഖില്ലത്തോളോ ആട് തന്നെ സുഖില്ലത്തോള്. ഓ നിർത്തുക. എന്താണ് ഇവിടെ കുറെ നേരം മനുഷ്യൻ ക്ഷമിക്കണേ? ഇവിടെ ആരും ആരെയും ഇടിച്ചിക്കില്ല. ഇയാൾക്ക് എന്താ കണ്ണില്ലേ? എന്നങ്ങോട്ട് വിചാരിക്കുക, എന്നിട്ട് അങ്ങോട്ട് നിർത്തുക. അല്ലേ നിങ്ങളൊക്കെ എൻ്റെ വേറെ മുഖം കാണേണ്ടി വരും. എനിക്കിനി വേറെ മുഖമുണ്ടോ? ചുപ്പ്. നിങ്ങളെ നിന്റെ ഏട്ടൻ എവിടെയാ ഉള്ളതെന്ന് അറിയോ? അവിടെ അങ്ങാണ്ട് വായ നോക്കിയിരിപ്പുണ്ടാവും. ഓക്കെ താങ്ക്സ്. ഓ ഏട്ടനെ കുറിച്ച് ഇത്രയും ബോധമുള്ളൊരു പെങ്ങള്. അയ്യോ, നായ്ക്കൾ എന്നെ കൂട്ടാണ്ട് പോയി. ഒരുത്തന്നെ ഒരു സ്ഥലത്ത് നോക്കിയിട്ടും കാണുന്നില്ലല്ലോ. ഞാനിനി നായ്ക്കൾ ഏത് ദിക്ക് പോയി ചെന്ന് തപ്പു. ഇവളാള് കൊള്ളാല്. ഒന്ന് പോയി മുട്ടി നോക്കിട്ട് വരാം. കുട്ടിയുടെ പേരെന്താ? റോസി. ഓ റോസി, നല്ല പേര്. ഇതുപോയി രസപ്പൂവിനെ പോലെ തന്നെയുണ്ട് കുട്ടീനെ കാണാനും. ഇനോ അതിലും pretty-യാണ് കേട്ടോ. താങ്ക്സ്. എന്താണ് കുട്ടി, ഞാൻ ഒരു കോംപ്ലിമെന്റ് തന്നില്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് താങ്ക്സ് എന്ന് പറഞ്ഞൂടെ? ഹൈഷ്, അങ്ങനെ നോക്കല്ലേ. പിന്നെ എങ്ങനെ നോക്കണം? കുട്ടി വിചാരിച്ചാൽ നമുക്ക് ഇവിടെ നിന്നൊരു ജീവിതം തന്നെ അങ്ങോട്ട് തുടങ്ങാം. പോയി നിന്റെ പെണ്ണും പിള്ളേരോട് സംസാരിക്കടാ. അവന് കല്യാണം കഴിഞ്ഞ് എന്നെ തന്നെ വേണം ജീവിതം തുടങ്ങാൻ. എന്താന്ന് കല്യാണം കഴിഞ്ഞെന്നോ? സോറി ചേച്ചി, ആള് മറിപ്പോയതാ. ബൈ. ഇതെന്തേത് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഫാഷനേ. 18 വയസ്സ് കഴിഞ്ഞവിടെ ഇങ്ങനെ കല്യാണം കഴിക്കുക. നാളെ തന്നെ അമ്മനോട് പറയണം എനിക്കും കല്യാണം കഴിക്കണം. അല്ലാ പാമ്പ് ഓടിക്കോ. പാമ്പോ ഡടാ ഇങ്ങോട്ട് നോക്കടാ. ഈയായിരുന്നു തൈര്. എൻ്റെ ആത്മാവ് വരെ എണീച്ച് പാഞ്ഞു. നിന്നോടൊക്കെ ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നടാ. അത് ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് ഒച്ച കൂട്ടി വിളിച്ചാൽ നീ കേട്ടില്ലല്ലോ. അതുകൊണ്ടാ ഒച്ച താഴ്ത്തി വിളിച്ചേ. കണ്ട ഇപ്പൊ നീ ഓടി വന്നില്ല എൻ്റെ അടുത്ത്. മോൻ്റെ തല വെയിലത്തൊന്നും കാണിക്കണ്ട കേട്ടോ. ഓ എന്താ ഒരു ഇളി. അല്ല എന്തിനാ ഇപ്പം എന്നെ ഇങ്ങോട്ട് വിളിച്ച? അവിടെ നെറ്റ് പോയി അണ്ണാൻ്റെ തൊട്ട് കറങ്ങി നടക്കണ കണ്ടു. കിട്ടിയില്ലേ? ചെറുതായിട്ട് ഒരാട്ട് കിട്ടി. അല്ല എന്തായിരുന്നു പ്രശ്നം? അതൊന്ന് പോയി മുട്ടി നോക്കിയതാ. ഇപ്പൊ കിട്ടി ബോധിച്ചു. ആണോ? ഓരോരോ കിഴപ്പ് കാണിച്ചിട്ടല്ലേ. സാരമില്ല കൂട്ടാ. ആ അതും ശരിയാ. എടാ ഞാൻ ഇപ്പം വരാം കേട്ടോ. ആ ചെല്ല് അടുത്തത് വാങ്ങിച്ചിട്ട് വാ. ഇത് കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. എന്തേട്ടാ? ഏട്ടനോ? പിന്നെന്ത് ഏച്ചിയാ? ഇതിനെന്തോ 2 ചോക്ലേറ്റ് ഐസ്ക്രീം, 1 സ്ട്രോബെറി, 2 വാനില. അയ്യോ ഇതിനെ എവിടെ വയ്ക്കും? കയ്യിലല്ല എൻ്റെ കയ്യില്. ഇതുവരെ പോയില്ലേ? ഇതിനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇതിനെയും കൊണ്ടേ പോവും. അതെ, എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? അയ്യോ അതെ സംസാരിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞ കുട്ടിക്ക് ഞാൻ എന്ത് ഉപകാരം വേണമെങ്കിലും ചെയ്തു തരാം. ആണോ? അങ്ങനെയാണെങ്കിൽ ഐസ്ക്രീം ഒന്ന് പിടിക്കോ? എനിക്കിനി വേറെ കൈയില്ല. ആകെ 2 കൈയേ ഉണ്ടായിരുന്നുള്ളൂ. 2 ഐസ്ക്രീം ഉണ്ട്. അതുകൊണ്ട് ഇനി ബാക്കി ഐസ്ക്രീം നിങ്ങൾ പിടിക്കോ? അത്രേ ഉള്ളൂ. പിന്നെന്താ, ഞാൻ ചെയ്തു തരാലോ. ഇന്ന് തന്നേക്ക്. ഓക്കേ. പിന്നെ ആ ഐസ്ക്രീമിൻ്റെ അകത്തങ്ങനെ തൊട്ടിട്ടുണ്ടായ 32 പല്ലും താഴെ കിടക്കും. കേട്ടല്ല? ഉത്തരവ്. അങ്ങ് നടന്നാലും.
ഓക്കെ ഫോളോ മീ. ഇൻസ്റ്റൈഡ് തന്നാ ഫോളോ ചെയ്യായിരുന്നു. മര്യാദക്ക് നടന്നോ, അല്ലെങ്കിൽ ചവിട്ടിക്കുട്ടി ഞാൻ ആ തോട്ടിലിട്ടേക്കും. അവനാ വിഞ്ഞൊരു കോമഡിയും കൊണ്ട് വന്നേക്കണ്. ഷേ ഒത്തില്ല. ഇപ്പൊ വരാന്നും പറഞ്ഞു പോയവനല്ലേ അത്. ഇവൻ എന്തോന്ന് സഞ്ചരിക്കണ ഐസ്ക്രീം കടയാ. അതുകൊണ്ട് ആ കൊച്ചിന്റെ പിന്നാലെ ഐസ്ക്രീമും പിടിച്ചു പോന്നു. ഡേഡി ഐസ്ക്രീം വാങ്ങാൻ പോയവള് 10 പേർക്ക് തിന്നാനുള്ള ഐസ്ക്രീം കൊണ്ട് തിരിച്ചു വരണം. ബാക്കിലേതാ ഒരു കുരങ്ങൻ. ഇനി ബാക്കിയുള്ള ഐസ്ക്രീം മേടിക്കാൻ വല്ല അസിസ്റ്റന്റിനെ വെച്ചതാണോ? നീ വന്നേ നിന്റെ കുഞ്ഞമ്മക്ക് കഴിക്കാനാണോ ഇത്ര ഐസ്ക്രീം? സ്റ്റോപ്പ്. നീ ഐസ്ക്രീം ഒക്കെ ഈറ്റിങ്ങളെ കഴിക്കൊടുത്തേ, എന്നിട്ട് പൊക്കോട്ടോ. സോറി കേട്ടോ, തലക്ക് സുഖമില്ലാത്ത കുട്ടിയാണേ. ഇല്ല അത് കുഴപ്പമില്ല. തലക്ക് സുഖമില്ലാത്ത കുട്ടിയാലും എനിക്ക് കുഴപ്പമില്ല. ആള് ക്യൂട്ടാണ്. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായി. മോനെ ആരവേ, അത് നമുക്ക് പിന്നെ വിളിക്കാം. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. എന്നാ ശരി കേട്ടോ, പിന്നെ കാണാം. ബൈ ബൈ. അതുകൊണ്ട് എന്നെ കുറച്ച് അപവാദം പറഞ്ഞു വരത്തില്ല കേട്ടാ. പിന്നെ ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെ കളിച്ച പിന്നെ നമ്മൾ എന്താ പറയണ്ടേ? ഞാൻ എന്നാ ചെയ്യാനാ? അവൻ ഇങ്ങോട്ട് വന്ന് എന്നെ കുറെ നേരം നോക്കി നിന്നു. അപ്പോഴാണ് ഞാൻ ഐസ്ക്രീം വാങ്ങാറുന്നത്. എന്റെ കയ്യിലാണ് ഇനി വേറെ സ്പേസ് ഇല്ല, അതുകൊണ്ട് ആളുടെ കൈ കൊടുത്തതല്ലേ. എന്തായാലും ഐസ്ക്രീമിനായിട്ട് കേടും പറ്റാതെ ഇവിടുത്തെ വരെ എത്തിയില്ലേ. ഇതിനെ കൊണ്ട് ഇന്നാ മുണുങ്ങ്. താങ്ക് യു. നിനക്ക് വേണ്ടേ? എനിക്കിപ്പോ വേണ്ട, എനിക്ക് കുറച്ച് പണിയുണ്ട് ചെയ്തു തീർക്കാൻ. മനസ്സിലായി. അല്ല മാനെ, എന്തായിരുന്നു അവിടെ പരിപാടി? അതിപ്പോ എനിക്കും പിടികിട്ടിട്ടില്ല ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന്. അല്ല ആ കൊച്ചിന്റെ പേരെന്താ? പേര് അത് ചോദിക്കാൻ പറഞ്ഞു. പിന്നെ നീ എന്തുണ്ടാക്കാൻ അതിൻ്റെ അടുത്ത് പോയേ? അത് ഞാൻ ഇങ്ങനെ പോയി ആ കൊച്ചിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. നിന്നപ്പോ അതുകൊണ്ട് 2-3 ഐസ്ക്രീം എടുത്ത് എന്റെ കയ്യിൽ വെച്ചെന്നിട്ട് പറയുന്നത് ഇതും കൊണ്ട് എന്നെ ഫോളോ ചെയ്യാം. ബെസ്റ്റ്. ഞാൻ പിന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി പാവന്റെ കൊച്ചിനൊരു ഉപകാരം ചെയ്തു കൊടുത്ത. അങ്ങനെ നടന്ന് ഇവിടെ എത്തിയപ്പോഴാണ് അതിന്റെ ഫ്രണ്ട്സിനെ കണ്ട് അവരുടെ ഐസ്ക്രീം കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇങ്ങോട്ടും വിളിച്ചോണ്ട് വന്നു. സോ സാഡ്. സാരില്ല, നമുക്ക് പിന്നെ പരിചയപ്പെടാം കേട്ടോ. അല്ല നീ ഇതെങ്ങനെ ഇവിടെ എത്തി? വേണ്ടടാ, ഞാനവിടെ വരുന്നവരെയും പോകുന്നവരെയും കണക്കെടുത്തിരിക്കുക. അവിടെ നിന്ന് കാല് കഴിച്ചപ്പോ അതുകൊണ്ട് തേനെ കണ്ട് പിന്നെ അവൻ്റെ അടുത്തോട്ടിങ്ങ് പോന്നു. ശരിയാണല്ലോ, അവനൊന്നും തീരെ കണ്ടിട്ടില്ല. എന്നിട്ട് അവനെവിടെ? അവനതുകൊണ്ട് അങ്ങോട്ട് ആരെയും വിളിക്കാൻ പോയേക്കുക. എടി നിങ്ങളിവിടെ നിൽക്കട്ടോ, ഞാൻ പോയിട്ട് വരുന്നു. ഓക്കെ, നമ്മളിവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അതെ, എനിക്ക് ടേസ്റ്റേട്ടനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നോടോ? പറഞ്ഞോ. അത് നിങ്ങളിപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്തിതിൽ എടുക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്കിത് നിങ്ങളോട് പറയണം. എനിക്ക് ടേച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അത് ഞാനും പലപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്കതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. നീ ഇത് പറഞ്ഞതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. എന്നാലും ഞാൻ പറയാം, നീയും ഞാനും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്, അറിയാലോ. പിന്നെ പോരായിട്ട് നീ എൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളും കൂടിയാ. അതുകൊണ്ട് കൊച്ചേ, എനിക്ക് നിന്നെ പെങ്ങളെന്നുള്ള രീതിയിലേക്ക് കാണാൻ പറ്റൂ. അതായത് എൻ്റെ കണ്ണിൽ നീ വെറും ഒരു ചെറിയ കുട്ടിയാ. പിന്നെ ഇതൊന്നും എനിക്ക് കുട്ടിക്കളിയല്ല. അതുകൊണ്ട് എന്തായാലും ഞാനിത് നിന്റെ പ്രായത്തിലുള്ള ഒരു മണ്ടത്തരമായേ കാണുന്നുള്ളൂ ഇപ്പോൾ. ഞാനിത് എന്തായാലും ആരോടും പറയുന്നൊന്നുമില്ല. നീ ചെല്ലാൻ നോക്ക്. ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.